2021 മെയ് മാസം 12 മധ്യപ്രദേശ് ജബൽപൂർ എന്ന സ്ഥലത്ത് സോനു ഗായത്രി എന്ന വ്യക്തികൾക്ക് വളരെ മനോഹരമായി വിവാഹം നടന്ന് അവസാനിച്ചു. അതൊരു ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹത്തിന് ഒരുപാട് പേരൊന്നും പങ്കെടുത്തില്ല. അവരുടെ വിവാഹം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം 2021 മെയ് മാസം 16-ാം തീയതി സോനുവിന്റെ ഭാര്യ ഗായത്രിയുടെ മൊബൈൽ ഫോൺ കേടായതുകൊണ്ട് അത് ശരിയാക്കാനായി തൊട്ടടുത്ത ടൗണിലേക്ക് സോനു പോകുന്നു. രാവിലെ 9 മണിയോടുകൂടി അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി. പക്ഷെ വൈകുന്നേരമായിട്ടും സോനു തിരികെ വീട്ടിൽ വന്നില്ല. ഈ സമയം ഭാര്യയായ ഗായത്രി സോനുവിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭർത്താവ് വരുമെന്ന് പറഞ്ഞ് രാത്രി വരെയും കാത്തിരിക്കുന്നു. അപ്പോഴും അയാൾ എത്തിയിട്ടില്ലായിരുന്നു. ഭയന്നുപോയ ഗായത്രി ഇപ്പൊ ബന്ധുക്കളോട് ഇതിനെക്കുറിച്ച് പറയുന്നു. അവരും അവർക്കറിയാവുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് സോനു ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്നാണ്. ഇപ്പോ സോനുവിന്റെ സഹോദരനായ നാരായണൻ ഗായത്രിയോട് വന്ന് ചോദിച്ചു, അവൻ ഏത് കടയിൽ പോകുന്നതായാണ് നിന്നോട് പറഞ്ഞതെന്ന്. അതിന് ഗായത്രിയും അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നാരായണൻ പല സ്ഥലങ്ങളിൽ ചെന്ന് സോനുവിനെ അന്വേഷിച്ചു. ഒരുപാട് മൊബൈൽ കടകളിൽ അന്വേഷിച്ചു. എന്നാൽ എവിടെയും സോനുവിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല. ഇപ്പൊ കുടുംബത്തിലെ എല്ലാവർക്കും ഭയം വരാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഇപ്പോൾ സോനുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തത് കൊണ്ട് 2021 മെയ് മാസം 17-ാം തീയതി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. പോലീസും ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ആ ഒരു കേസിൽ വലിയ രീതിയിൽ അവർ താല്പര്യമൊന്നും കാണിച്ചില്ല. ഇപ്പോൾ ഈ ഒരു കുടുംബം ചിന്തിച്ചത്, പോലീസിനെ വിശ്വസിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി അവർ അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സോനുവിന്റെ സഹോദരനായ നാരായണന് ഒരു ഫോൺ കോൾ വന്നു. ആ കോളിൽ പറഞ്ഞത് സോനു ഓടിച്ചുകൊണ്ടുപോയ അവന്റെ അച്ഛന്റെ ബൈക്ക് ഇവിടെ ഹരികരൻ എന്ന കാട്ടിലുണ്ടെന്നും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരണം എന്നുള്ള ഒരു വിവരമായിരുന്നു അത്. ഇപ്പോൾ നാരായണൻ തൻ്റെ ചില ബന്ധുക്കൾ, സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ആ ഒരു ബൈക്ക് കണ്ടതും അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് സോനുവിന്റെ ബൈക്ക് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത് കൊണ്ട് ഏത് സ്ഥലത്തു നിന്നാണ് ആ ഒരു ദുർഗന്ധം വരുന്നത് എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ തിരച്ചിലിന് അവസാനം ഒരു മരത്തിന് താഴെയായി നീല നിറത്തിലുള്ള ഒരു റോപ്പ് ലഭിക്കുന്നു. അവസാനമായി സോനു ഏത് ടീഷർട്ടാണോ ധരിച്ചത് അതും അവിടെ നിന്ന് കിട്ടുന്നു. അവന്റെ ബനിയൻ, ചെരുപ്പ്, ഇങ്ങനെ സോനുവിൻ്റെതായ ചില വസ്തുക്കളും കിട്ടി. അതിനടുത്തായി തന്നെ ഒരു മനുഷ്യന്റെ അസ്ഥിക്കുടം ഉണ്ടായിരുന്നു. നായകളും കാട്ടുമൃഗങ്ങളും ഒരു മനുഷ്യനെ ഉപദ്രവിച്ച് കടിച്ചു തിന്നതിനു ശേഷം ആ ഒരു ശരീരം ഏതവസ്ഥയിലായിരിക്കുമോ അതുപോലെ ഒരു അസ്ഥിക്കൂടവും ഇടുപ്പിന് താഴെ കുറച്ച് ചതഭാഗവും ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഭയന്നുപോയ ആ ഒരു കുടുംബവും സുഹൃത്തുക്കളും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമുടനെ അറിയിച്ചു. പോലീസും സംഭവ സ്ഥലത്തെത്തി. ആ ഏരിയയിലെ SP, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വിവരം അറിയിച്ചു. സത്യത്തിൽ സോനുവിന് അന്ന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗായത്രിക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 2021 മധ്യപ്രദേശിൽ വളരെ ചർച്ചാ വിഷയമായ, വളരെ വിചിത്രമായ, ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ ആ ഒരു അസ്ഥിക്കുടം ഭോപ്പാൽ നഗറിലുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടേഴ്സ് അത് പരിശോധിച്ച് നോക്കുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന പകുതിയിൽ കൂടുതൽ ചതഭാഗം മൃഗങ്ങൾ കഴിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്നു. പക്ഷെ അതിലെ എല്ലുകളിലുണ്ടായിരുന്ന മുറിവ് വെച്ച് നോക്കുമ്പോൾ അത് മൃഗം കടിച്ചതുപോലെ തോന്നിയില്ല. ആരോ അറിഞ്ഞുകൊണ്ട് കല്ലുകൊണ്ടോ എന്തെങ്കിലും തടി ഉപയോഗിച്ചോ അയാളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിലൂടെ ഉണ്ടായ മുറിവുകളാണെന്ന് മനസ്സിലായി. പോലീസുകാർക്ക് ക്രൈം സീനിൽ നിന്നും ഒരു പാറക്കല്ല് കിട്ടിയിരുന്നു. അതിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ പാറക്കല്ല് ഉപയോഗിച്ച് അയാളുടെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാകും എന്നുള്ള സംശയം പോലീസിന് വരുന്നു. ഈ കേസിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ കേസ് അന്വേഷിക്കാനായി ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിച്ചു. ഈ ടീമും അവസാനം സോനു ആരോടെല്ലാമാണ് സംസാരിച്ചത്, അയാൾക്ക് ശത്രുക്കളുണ്ടോ, ഭാര്യയായ ഗായത്രി മറ്റാർക്കെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടോ, ഇല്ലീഗലായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനും പരിശോധിക്കുമ്പോൾ
യാതൊരു തെളിവും ലഭിച്ചില്ല. അവരുടെ നാട്ടിൽ നിന്നും ടൗണിലേക്ക് പോകുന്ന വഴികളിൽ എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കുന്നു. സോനു അതുവഴി ഒന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നും കുറച്ചു ദൂരത്തിലുള്ള കാട്ടിൽ തന്നെയായിരിക്കണം അയാൾ പോയിട്ടുണ്ടാവുക. അതിനുശേഷം അയാളെ കൊന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലായി. മെഡിക്കൽ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് സംഭവം നടന്ന ദിവസം മെയ് മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 3-നും ഇടയിലാണ് അയാൾ മരിച്ചത് എന്നും റിപ്പോർട്ട് വന്നു. അങ്ങനെ ഈ സോനു അവസാനം ആരോട് സംസാരിച്ചു, അയാളെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച പോലീസുകാർ ആ നമ്പർ എടുത്ത് പരിശോധിക്കുന്നു. അതൊരു സ്ത്രീയുടെ പേരിലായിരുന്നു. അവൾക്കും 20 വയസ്സാണ്. അവളുടെ പേര് മധു പട്ടേൽ. ഇപ്പോ മധുവിനെ കുറിച്ച് പോലീസ് രഹസ്യമായി അന്വേഷിക്കുന്നു. സോനുവിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് ഈ മധു പട്ടേലിന്റെ സഹോദരനായിരുന്നു. അങ്ങനെ നോക്കിയാൽ മധു പട്ടേൽ ഇവരുടെ ബന്ധുവാണ്. അങ്ങനെ മധുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയായ ഗായത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഗായത്രി പറഞ്ഞത്, 3 ദിവസങ്ങൾക്ക് മുൻപ് മധു എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഭർത്താവിനെ അവൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാനും ഇതിനെക്കുറിച്ച് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതൊക്കെ നോക്കിക്കൊള്ളാം എന്നോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് എനിക്ക് അവളെയാണ് സംശയം എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ മധു പട്ടേലിനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നീ അവസാനമായി എന്തിനാണ് സോനുവിനെ ഫോൺ ചെയ്തതെന്ന് ചോദിച്ചു. അതിനവളും ഞാൻ വെറുതെയാണ് ഫോൺ ചെയ്തത് എന്ന് പറഞ്ഞു. സോനുവിനും നിനക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, അവന്റെ മരണത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് മധു പട്ടേൽ പറഞ്ഞു. ഇപ്പൊ പോലീസ് മധുവിനോട് ചോദിച്ചത്, ഞങ്ങൾ സോനുവിന്റെ മരണത്തെക്കുറിച്ച് നിന്നോടൊന്നും തന്നെ ചോദിച്ചിട്ടില്ലല്ലോ, നീ ഇപ്പൊ എന്തിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മുഖഭാവം മുഴുവനായി മാറാൻ തുടങ്ങി. ഇപ്പൊ പോലീസ് അവളോട്, നീ സത്യം സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് ശിക്ഷ കുറയും, പെട്ടെന്ന് ഞങ്ങൾക്ക് നിന്നെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും, നീ സത്യം പറഞ്ഞതായിരിക്കും നിനക്ക് നല്ലത് എന്ന് വളരെ ശാന്തമായി പോലീസ് പറഞ്ഞു. അവസാനം മധു നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ജബൽപൂർ എന്ന സ്ഥലത്ത് പ്രേം പട്ടേൽ എന്നയാൾക്ക് മൊത്തം 3 മക്കളുണ്ടായിരുന്നു. ആദ്യത്തെ മകനായിരുന്നു നാരായണൻ പട്ടേൽ, രണ്ടാമത്തേത് സോനു പട്ടേൽ, മൂന്നാമതായി നിധി പട്ടേൽ എന്ന ഒരു മകളും ഉണ്ടായിരുന്നു. ഈ നിധി പട്ടേൽ എന്ന മകളെയാണ് 2019 വർഷം മധു പട്ടേലിന്റെ സഹോദരന് വിവാഹം കഴിച്ചു കൊടുത്തത്. ഈ സമയത്താണ് മധു പട്ടേലിന്റെ വീട്ടിൽ സോനു ഇടയ്ക്കിടയ്ക്ക് തന്റെ സഹോദരിയെ കാണാനായി പോകും. അങ്ങനെ മധുവിനും സോനുവിനും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാകാൻ തുടങ്ങി. കാരണം സോനു നല്ല രീതിയിൽ തമാശ പറയും, അയാൾക്ക് ചുറ്റുമുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി വെച്ചിരിക്കാൻ അയാൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ മധുവിന് സോനുവിന് ഒരുപാട് ഇഷ്ടമായി. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പ്രണയിക്കാനും തുടങ്ങി. എന്നാൽ ഇവരുടെ പ്രണയം 2 വീട്ടുകാർക്കും അറിയില്ല. ഇങ്ങനെ ഒരു ദിവസം സോനു തന്റെ സഹോദരിയെ കാണാനായി അവരുടെ വീട്ടിലേക്ക് വരുന്നു. ഈ സമയം പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആർക്കും എവിടെയും പോകാൻ കഴിയാത്ത ഒരവസ്ഥയായി. ഇപ്പോൾ മറ്റു മാർഗമില്ലാതെ സോനുവിന് സഹോദരിക്കൊപ്പം തന്നെ താമസിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സോനുവിനും മധുവിനും ഇപ്പോൾ എപ്പോഴും കാണാനുള്ള ഒരു അവസരവുമായി. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കാണുകയും രണ്ടുപേരുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് കാണുകയും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന നിമിഷങ്ങൾ സോനു ഫോട്ടോസായും വീഡിയോസായും എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഈ 2 വീട്ടുകാർക്കും ഇവർ രണ്ടുപേരുടെയും ബന്ധം, ആ ഒരു പ്രണയം മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ 2 വീട്ടുകാരും ആ ഒരു ബന്ധത്തെ എതിർത്തു. നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് 2 വീട്ടുകാരും തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ 2 പേർക്കും വെവ്വേറെ വിവാഹം ആലോചിക്കാനും തുടങ്ങി. അങ്ങനെ ആദ്യം സോനുവിന് വിവാഹം ആലോചിക്കുകയും ഗായത്രി എന്നൊരു പെൺകുട്ടിയെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു ഭാഗത്ത് സോനു ഇപ്പൊ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മധു അവളുടെ ജീവിതം നോക്കി പോകാൻ തുടങ്ങി. ഇങ്ങനെ മധു പട്ടേലിന്റെ വീട്ടിലും അവൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ ആലോചിക്കാൻ തുടങ്ങി. അവസാനം വിജയ് പട്ടേൽ എന്നയാൾക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന തീരുമാനത്തിലെത്തി. ഇങ്ങനെ 2 പേരുടെ ജീവിതവും 2 ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം സോനു മധുവിനെ ഫോൺ വിളിച്ചിട്ട്, നമ്മൾ 2 പേരും ഒറ്റയ്ക്ക് കാണണം, അതായിരിക്കണം അവസാനത്തേത്, നമ്മൾ അവസാനമായി കണ്ടുമുട്ടുന്നത് കൊണ്ട് ആ ഒരു നിമിഷം നമ്മൾ ഒരിക്കലും മറക്കാനും പാടില്ല, അങ്ങനെയുള്ള ഓർമ്മകളായിരിക്കണം നീ എനിക്ക് നൽകണമെന്നും അവൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട മധു പട്ടേലിന് വല്ലാത്ത ഞെട്ടലായി. എങ്ങനെയും തന്നെ വിവാഹം കഴിക്കില്ല, പിന്നെ എന്തിനു താൻ വെറുതെ അവനെ കാണാൻ പോകണമെന്ന് അവൾ അതിന് സമ്മതിച്ചില്ല. പക്ഷേ സോനു തന്റെ പക്കലുള്ള വീഡിയോസ്, ഫോട്ടോസ് എല്ലാം അവളെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എങ്കിൽ പോലും മധു അവനെ കാണാൻ സമ്മതിച്ചില്ല. ഇപ്പൊ സോനുവിന് വിവാഹം നടക്കുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപ് മധുവിനെ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് മധു സോനുവിന്റെ ഭാര്യയായ ഗായത്രിക്ക് പിന്നീട് ഫോൺ വിളിച്ച്, നിന്റെ ഭർത്താവ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ മുൻപ് പ്രണയമുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
ഇപ്പോൾ സോനുവിനോട് ഗായത്രി ചെന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഈ സമയത്ത് സോനു പറഞ്ഞത്, ഞാൻ ഇനി ആ ഒരു ബന്ധത്തിലേക്ക് പോകില്ല. നമ്മൾ രണ്ടുപേരും പുതിയൊരു ജീവിതം നയിക്കാനാണ് വന്നത്. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം ഗായത്രിയുടെ മൊബൈൽ ഫോൺ ശരിയാക്കാനായി ടൗണിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അന്ന് വീട് വിട്ടു പോയ സോനു പിന്നെ തിരികെ വീട്ടിലെത്തിയില്ല. പക്ഷെ സോനു വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് മധു പട്ടേലിന് ഫോൺ ചെയ്ത്, എനിക്ക് അവസാനമായി നിന്നെ ഒന്ന് കാണണം. ആ ഒരു കണ്ടുമുട്ടലിൽ നമുക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അതിനുശേഷം ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. ഇങ്ങനെ സോനു മധുവിനോട് പറഞ്ഞു. ഇപ്പൊ മധു ചിന്തിച്ചത്, ഇത്രയും ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്, ശല്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവന് ശരിയായ ഒരു പാഠം കൊടുക്കണം. തന്നെ അവൻ വഞ്ചിച്ചു. അവനെ ജീവനോടുകൂടി വിടാൻ പാടില്ല എന്ന് അവനെ കൊല്ലാനായിട്ടുള്ള എല്ലാ വസ്തുക്കളും അവളുടെ ബാഗിൽ എടുത്തു വെച്ചിട്ട് അവൾ പോകുന്നു. ഞാൻ നിന്നെ കാണാൻ വരാം, പക്ഷെ എൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എൻ്റെ കൺമുൻപിൽ തന്നെ നീ ഡിലീറ്റ് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞു. സോനുവും അതിന് സമ്മതം അറിയിച്ചു. രണ്ടുപേരും വീട്ടിൽ നിന്ന് തിരിച്ചു. മധു പട്ടേൽ തൻ്റെ ബന്ധുവായ നിമിഷ എന്നൊരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അതൊരു കാടായിരുന്നു. തൻ്റെ ബന്ധുവായ നിമിഷയെ അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് മധുവും സോനുവും ആ കാടിനുള്ളിലേക്ക് പോയി. സോനു അപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം അവൾ സമ്മതിക്കുമെന്നായിരുന്നു. പക്ഷെ മധുവിൻ്റെ ഉദ്ദേശം തന്നെ വേറെയായിരുന്നു. ഇപ്പം മധു സോനുവിനോട് പറഞ്ഞത്, നമുക്കിത് വേറെ രീതിയിൽ ട്രൈ ചെയ്യാം. ഞാൻ നിന്റെ കൈയും കാലും കെട്ടിയിടാം, കണ്ണും കെട്ടിവെക്കാം. അത് കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവനത് വളരെ വിചിത്രമായി തോന്നിയാലും അവനും അതിന് സമ്മതം അറിയിച്ചു. അവൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അവൻ്റെ കൈ കാൽ കെട്ടി, കണ്ണും തുണി കൊണ്ട് കെട്ടി. അവനോട് വളരെ സ്നേഹമുള്ളതുപോലെ മധു അഭിനയിക്കുകയും ചെയ്തു. ഇങ്ങനെ സോനു പ്രതീക്ഷിക്കാത്ത സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന വളരെ ഷാർപ്പായ ഒരു കല്ലെടുത്ത് അവൻ്റെ തലയിൽ തന്നെ അടിച്ചു. ഭ്രാന്ത് പിടിച്ചതുപോലെ മധു ഒറ്റയ്ക്ക് അവൻ്റെ തല വീണ്ടും കല്ലുകൊണ്ട് ഒരുപാട് തവണ അടിച്ചു. സോനു നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റോപ്പെടുത്ത് അവൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അല്പസമയത്തിൽ സോനു മരിക്കുകയും ചെയ്തു. ഈ ശബ്ദം കേട്ട് വളരെ ദൂരത്തിൽ നിന്നും മധുവിൻ്റെ ബന്ധു നിമിഷ വന്ന് നോക്കുമ്പോൾ കൈ കാലുകളിൽ രക്തത്തോടുകൂടി നിൽക്കുന്ന മധുവിനെയാണ് കണ്ടത്. ഇപ്പോൾ മധു അവിടെ വെച്ച് തന്നെ തൻ്റെ രക്തക്കറയുള്ള വസ്ത്രമെല്ലാം മാറി മറ്റൊരു വസ്ത്രം ധരിച്ചു. അവിടെയുള്ള തെളിവുകളെല്ലാം എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. വീട്ടിൽ വന്ന ഉടനെ ആ സംഭവ സ്ഥലത്തു നിന്നും എടുത്ത എല്ലാ തെളിവുകളും വസ്ത്രവും എല്ലാം തീയിട്ട് നശിപ്പിച്ചു. സോനുവിൻ്റെ മൊബൈൽ ഫോണും കത്തിച്ചു കളഞ്ഞു. അവർ കാട്ടിൽ നിന്നും തിരികെ പോകുന്നതിന് മുൻപ് മരത്തിൽ കെട്ടിവെച്ചിരുന്ന സോനുവിൻ്റെ ആ കെട്ടഴിച്ച് അവനെ താഴെ തള്ളിയിട്ടതിന് ശേഷമായിരുന്നു അവർ പോയത്. അങ്ങനെ ആ കാട്ടിലെ വന്യമൃഗങ്ങൾ വന്ന് അവൻ്റെ ശരീരം തിന്നിട്ടുണ്ടാകണം. പോലീസ് വന്ന് നോക്കിയപ്പോൾ അസ്ഥിക്കൂടവും അവിടെയായി മാംസവും അവശേഷിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആ ശരീരം കണ്ടെത്തിയത്. ഇക്കാര്യങ്ങളെല്ലാം മധു പട്ടേലിൻ്റെ വാ കൊണ്ട് തന്നെ പോലീസ് പറയിപ്പിച്ചു. ഇപ്പോൾ പോലീസ് നിമിഷ എന്ന പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് അവൾക്ക് 17 വയസ്സ് മാത്രമായതുകൊണ്ട് അവളെ ജുവനൈൽ ഹോമിലാക്കി. മധുവിനെ ക്രൈം സീനിൽ കൊണ്ടുപോയി എങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് റീക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതെല്ലാം അവസാനിച്ച് അവളെ ജയിലിലടച്ചു. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോനുവിനെ പോലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കേസിലൂടെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു കേസിൽ നമുക്ക് ആരെ കുറ്റം പറയാൻ സാധിക്കും? മധുവിനെയാണോ സോനുവിനെയാണോ? തീർച്ചയായും സോനു ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം മധു ചെയ്തത് അംഗീകരിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.